ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതുപോലെയുള്ള ഒരു ബൗൺസി എഫക്റ്റ് പവർ പോയിന്റിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്ക് പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള അത്രയും സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഞാൻ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് ഇതുപോലെ ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ തിക്നെസ് നമുക്ക് ആവശ്യമുള്ളത്ര രീതിയിൽ നൽകാം. ഞാൻ ഇതിനെ അതിൻ്റെ 2-3 കോപ്പി ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ അറേഞ്ച് ചെയ്യുന്നു. നമുക്ക് ഒരു കോപ്പി കൂടി ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യും. ഇനി എല്ലാ ഷേപ്പും സെലക്ട് ചെയ്ത് അവയെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യുകയാണ്. അതിനായി Ctrl+G എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഓവൽ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഔട്ട്ലൈൻ നോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. സൈസ് വേണമെങ്കിൽ ഒരല്പം കൂടി കൂട്ടി നൽകാം. ഇനി ഞാൻ ഇതിനുള്ളിലേക്ക് മറ്റൊരു ഷേപ്പ് കൂടി ആഡ് ചെയ്യുകയാണ്. ഒരു കർവ് കൂടി ആഡ് ചെയ്യുകയാണ്. അതിൻ്റെയും തിക്നെസ് കൂട്ടി നൽകി ഔട്ട്ലൈൻ കളർ ഞാൻ വൈറ്റ് സെലക്ട് ചെയ്യുക. ഇനി ഇവ രണ്ടും ഒന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ബോളിന് ആവശ്യമായിട്ടുള്ള ആനിമേഷൻ ആഡ് ചെയ്യും. അതിനായി ഇവിടെ ആനിമേഷൻസ് എന്ന ടാബിൽ നിന്നും ആഡ് ആനിമേഷൻ എന്നുള്ള ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ മോർ മോഷൻ പാത്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ബൗൺസ് റൈറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു എൻഡ് ഞാനിവിടെ കറക്റ്റായി ഈ അവസാനത്തെ സ്റ്റെപ്പിൽ അറേഞ്ച് ചെയ്യുന്നു. ഇനി ഇവിടെ എഫക്ട്സ് ഓപ്ഷനിൽ നിന്നും എഡിറ്റ് പോയിന്റ്സ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആവശ്യമില്ലാത്ത പോയിന്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. അതിനായി ഞാനിവിടെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത പോയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ പോയിന്റ് ഡിലീറ്റ് ആവുന്നതാണ്. തൽക്കാലം ഞാൻ ആദ്യത്തെയും അവസാനത്തെയും പോയിന്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് എവിടെയാണോ ആവശ്യം അവിടെ വീണ്ടും പോയിന്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഓരോ പോയിന്റുകൾ ആഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുകയാണ്. പോയിന്റ്സ് ആഡ് ചെയ്യാനായി ഇവിടെ ഈ ആനിമേഷൻ സെലക്ട് ചെയ്ത് എഫക്ട്സ് ഓപ്ഷനിൽ നിന്നും വീണ്ടും എഡിറ്റ് പോയിന്റ്സ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ പാത്തിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പോയിന്റ് ആഡ് ആവുന്നതാണ്. സോ ഞാൻ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പോയിന്റ്സ് ആഡ് ചെയ്ത് ആ കർവ് വളരെ സ്മൂത്ത് ആക്കി എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെയുള്ള ഈ വൈറ്റ് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ മൂവ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് ഈ കർവിനെ വളരെ സ്മൂത്ത് ആക്കി എടുക്കാം. അതിനുശേഷം ഞാനിവിടെ സ്റ്റാർട്ട് എന്നുള്ളത് വിത്ത് പ്രീവിയസ് നൽകുന്നു. ഡ്യൂറേഷൻ ഒരു 4 സെക്കൻഡ് നൽകുകയാണ്. നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ
നമുക്ക് പോയിന്റ്സ് ഇവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. വളരെ മനോഹരമായി തന്നെ നമുക്ക് ഒരു ബൗൺസി എൻഡ് ഇവിടെ ലഭിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ടൈം ലൈൻ എല്ലാം ആനിമേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ആനിമേഷൻ അതിനനുസരിച്ച് ക്രമീകരിച്ച് ഓരോ വർഷത്തെയും കാര്യങ്ങൾ നമുക്ക് കാണിക്കാനായി ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. സോ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.